ഹായ്, ഇന്നൊരു മാംഗ്ലൂരിൽ സ്പെഷ്യൽ ഹെൽത്തി ഡിഷാണ് ഉണ്ടാക്കുന്നത്. പത്രോട എന്ന് പറയും. ഈ മഴക്കാലം ആയാൽ മാംഗ്ലൂരിൽ സ്പെഷ്യലാണ്, എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പത്രോട. ഇത് ഉണ്ടാക്കാൻ കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മുടെ താളിൻ്റെ ഇലയില്ലേ, അതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറമ്പിൽ കാണുന്ന സാധാ താളില്ലേ, അപ്പോൾ താളിൻ്റെ ഇല നമ്മൾ എടുത്തു. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് പറമ്പിലൊന്നല്ല കേട്ടോ, നമ്മളെ കടയിൽ നിന്ന് തന്നെയാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇവിടെ വന്നതിന് ശേഷം എല്ലാം പൈസ കൊടുത്ത് വാങ്ങുകയാണ്. പിന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഞരമ്പുണ്ടല്ലോ ബാക്കിലത്തെ, അപ്പോൾ അതൊന്ന് എടുത്ത് കളയുക. എന്നിട്ട് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു മിക്സിയിൽ പുളി, ഉള്ളി, ജീരകം, വെളുത്തുള്ളി എന്നിവ എടുത്ത്, ഞാനിവിടെ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സാധാരണ ഇവർ പുഴുങ്ങലരിയൊക്കെ കുതിർത്തിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും ഒക്കെ ഇട്ട് അരച്ച അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് നമ്മുടെ താളിൻ്റെ ഇലയിലോട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഓരോ ആൾക്കാരും അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ കടലമാവിലും ഉണ്ടാക്കും. ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഏകദേശം ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ അതൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് മടക്കി ആവിച്ചെമ്പിൽ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഇല ഇതുപോലെ ഇരിക്കും. ആവിച്ചെമ്പിൽ നല്ല അപ്പം റെഡി ആയിട്ടുണ്ട്, നല്ല കട്ടയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ വെളിച്ചെണ്ണ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനുള്ള കറി ഉണ്ടാക്കണം. തേങ്ങ അരച്ചിട്ടാണ് ഇതിൻ്റെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറിയൊക്കെ ആയതിന് ശേഷം ഈ പീസസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ പത്രോട റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പം കർണാടക സ്റ്റൈലിലുള്ള ഒരു കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. നല്ല അടിപൊളിയാണ്. പ്രധാനമായിട്ടും ഹെൽത്തിനാണ് അടിപൊളി. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞാൻ അമ്പലത്തിൽ പോവാണ്. അങ്ങനെ റെഡിയാവാൻ പോയതാണ്. അപ്പോൾ ഞാൻ ഈ വളകൾ കാണുമ്പോൾ എപ്പോഴും നാഗവല്ലിയായി മാറും. അപ്പോൾ അതിലേതിടും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഒരു വള സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. നല്ല എന്താ പറയുക, കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ പോയി വരാം. അപ്പം അമ്പലത്തിൽ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കൽ പരിപാടിയാണ് ഇനി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. മസാല ദോശയും പിന്നെ വടയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. ഈ മാംഗ്ലൂരിലത്തെ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എൻ്റെ അമ്മ സൂപ്പർ ഫുഡാണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ. മാംഗ്ലൂർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയയിൽ നിന്നുള്ള ഫുഡ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിക്കുമ്പം തന്നെ അതിൻ്റെ ഫ്രഷ് ഫീല് നമുക്ക് കിട്ടും, ഒരു ഫ്രഷ്നെസ് ഫീല്. ഈ വാരി വലിച്ച് ബേക്കിംഗ് അതൊക്കെ ഇടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും വയറിനങ്ങനെ പണി കിട്ടാറൊന്നുമില്ല. ടേസ്റ്റ് വൈസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടേസ്റ്റുമാണ്, ഫുഡുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാല ദോശക്കും പൂരിക്കും ഏകദേശം ഒരേ കറിയാണ്, ബാജിയാണ് കിട്ടിയത്. ഇതിലെന്താ പീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റേ കാഷ്യൂ ഇട്ടുണ്ടല്ലോ, അതൊരുപാടുണ്ട്, എന്താ അറിയില്ല. പക്ഷേ എന്താ പറയുക, മാറ ടേസ്റ്റാണ് ഇത്. എനിക്കിഷ്ടമാണ് കാഷ്യൂ ഇട്ട ബാജി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.